ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കാം. കറക്റ്റ് വെന്തിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയോണ്ട് സൂപ്പർ ടേസ്റ്റാണ്. അല്ലെങ്കിലും നമ്മുടെ വാഴക്ക ഉപ്പേരി, നേന്ത്രക്കായ തോരൻ വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുഴമ്പ്, ലൈറ്റ് കുഴമ്പ് രൂപത്തിൽ പുഴുക്ക് പോലെ ആക്കിയിട്ട് കഞ്ഞീൻ്റെ ഒപ്പം കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ പിന്നെ ചെമ്മീൻ, ഉണക്ക ചെമ്മീനും കൂടെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ചിലപ്പോൾ പൊടിക്കും, തേങ്ങയും കൂടെ ചേർത്ത് പൊടിച്ച് അതും കൂടെ ചിലപ്പം കഞ്ഞീൻ്റെ ഒപ്പം ഉണ്ടാവും. അപ്പോൾ എന്തായാലും ബാഗൊന്നും വേണ്ടപ്പാ. കൂട്ടാ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രാവിലെ തന്നെ ഞാൻ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പ്രത്യേകം പെർമിഷൻ എടുത്തിട്ടുണ്ട്. കാരണം ഇവരെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം. വാച്ചുവിന് ചുമ, ജലദോഷം, ഇവനും ജലദോഷവും ചെറിയ ചുമയുണ്ട്. രാത്രിയിലൊക്കെ നല്ല രീതിക്കുള്ള പ്രക്ഷോഭണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം രാവിലെ തന്നെ ഒന്ന് നമ്മുടെ അവിടെ ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ട് കാണിച്ചിട്ട് ഓടി വരണം. അന്വേഷിച്ച് എനിക്ക് പണിക്ക് പോകണം. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നേരെ നമുക്ക് അവിടെ പോയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള കാര്യങ്ങളും മറ്റുമെല്ലാം കാണാം. ഹോസ്പിറ്റലിൽ പോകുന്നത് സന്തോഷത്തോടു കൂടി പറയുന്ന കാര്യമല്ല കേട്ടോ. പക്ഷേ ഇതിന് പനിയെല്ലാം വന്ന് മാറിയതാണ്. അപ്പോൾ ചെറിയൊരു ജലദോഷമുണ്ട്. അപ്പോൾ അതോടെ ഒന്ന് കാണിച്ചിട്ട് വരാം. ഇവൾക്കും ചെറുതുണ്ട്. ഈ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കൂടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഓടി വരാം. ഇതാണ് ഗൈസ് നമ്മുടെ പാപ്പി. അയ്യോ, എന്നാ റുവയ്ക്ക് പനിയായി. അയ്യോ, റുവ പനി. ഇവനെ കാണിക്കാൻ വേണ്ടി ഇപ്പൊ കൊണ്ടുവന്ന സമയത്തല്ല ആശിക്കുട്ട, എല്ലാവർക്കും പനിയാണ്. മഴ തുടങ്ങിയതിനു ശേഷം അല്ലേ, കംപ്ലീറ്റ് സീനാണ്. വേറൊരാള് ഇവിടെ കാത്തു നിർത്തിയാണ് ഗൈസ്. ആശിക്കുട്ട, പാപ്പി 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 എന്താ പാപ്പി, ഷെയ്ക്കാൻ എടുത്തേ. ചുമ്മാ വന്നാണോ അത്? അങ്ങനെ ഗായ്സ്, നമ്മള് ഇങ്ങനെ കറി വെക്കാനുള്ള പരിപാടി കേട്ടോ, തോരൻ വെക്കാൻ വേണ്ടിയിട്ട്. കാരണം വൈഫിനും കൊച്ചിനും നല്ല രീതിക്ക് ചെറിയൊരു പണി കിട്ടി. അപ്പോൾ അവർ രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കണ്ടായിരുന്നല്ലോ. ഹോസ്പിറ്റലിൽ കൊണ്ടതിന് ശേഷമാണ് ഞാൻ പണിക്ക് പോയത്. വീട്ടിൽ കൊണ്ടാക്കി. പിന്നെ തിരിച്ചു വരുന്നുള്ള വീഡിയോസൊന്നും കാര്യങ്ങളും നമ്മൾ എടുത്തില്ല. പിന്നെ അതിനുശേഷം പെട്ടെന്ന് ഇവരെ മരുന്നെല്ലാം കൊടുത്ത് ഞാൻ പിന്നെ ജോലിക്ക് പോകണ്ടായി. ഇപ്പോൾ തിരിച്ചു വന്നു. വൈകുന്നേരമായി. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 6:30. അപ്പം കുറച്ച് പച്ചക്കായ മേടിച്ചുകൊണ്ടിരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് തോരൻ വെക്കാൻ വെച്ചു. കഞ്ഞിയുണ്ട്. അപ്പോൾ കഞ്ഞിയല്ലേ കുടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കൊരു പച്ചക്കായ അരിഞ്ഞിട്ട് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അവരെ കാണിച്ചു തരാം എങ്ങനെ തോന്നണം. കട്ടക്ക് കുറച്ച് മതി. പനിക്കാരി ചോറിൻ്റെ ഒപ്പം എനിക്കിഷ്ടമാണ്, കഞ്ഞീൻ്റെ ഒപ്പം എനിക്കിഷ്ടമാണ്. എന്ത്? അപ്പോൾ ഇതാ നമ്മളെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സംഭവം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അശിക്കുട്ടിന് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? പഠിച്ചോ, നല്ലതാട്ടാ. കുറച്ച് വെള്ളം എടുത്തോ. കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്, വേവട്ടെ.
വേകുമ്പോഴത്തേക്കും വെള്ളം അങ്ങ് ഇറങ്ങി ഒരു ചെറിയ ടൈറ്റായിട്ട് കിട്ടും നമുക്ക്. ഉണ്ട് 590. ഇനി ചേട്ടാ അവിടൊന്നും വേണ്ട ആശിക്കൂട്ടാ. ഓക്കെ ഭയങ്കര ക്ഷീണമാണ്, ആൾക്ക് നല്ല ക്ഷീണമുണ്ട്. ഇവൻ ഓക്കെ ആയി, ഇവന് വലിയ കുഴപ്പമൊന്നുമില്ല. കണ്ടില്ലേ, അവന് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ ഇപ്പം പറ്റുന്ന രീതിയിൽ ഞാൻ വന്ന പാടെ തന്നെ പച്ചക്കായും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വന്ന പാടെ തന്നെ ചായയും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തു, അവർ കഴിച്ചു. ചായയും കാര്യങ്ങളെല്ലാം കുടിച്ചു. അതിനുശേഷം ഇപ്പോൾ ഞാൻ ആ പച്ചക്കായ ഉള്ളത് അരിഞ്ഞ് നിങ്ങൾ കണ്ടല്ലോ. അപ്പം അതിൻ്റെ സാധനം ഇപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതായി കഴിഞ്ഞതിന് ശേഷം കഞ്ഞി അവൾ ഓൾറെഡി റെഡിയാണ് ഇവിടെ. അപ്പോൾ അതും കൂടെ കൂട്ടി ഇവർക്ക് ഭക്ഷണം കൊടുത്ത് ഇന്നത്തെ പരിപാടി ക്ലോസ് ചെയ്യും. അപ്പം ഇതാവട്ടെ, അതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. ഇവന് കളിക്കാനായിട്ട് ഇതാ ഈ കാണുന്ന വണ്ടിയുണ്ട്, ആ വണ്ടിയുണ്ട്, ഈ വണ്ടിയുണ്ട്, എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇവന് ഒന്നും ചെയ്തു. അതുപോലെ തന്നെ അവൻ ഇത് മറ്റുള്ളവർക്ക് ഒരു സാധനം പോലും കാണാൻ പറ്റില്ല. കൊച്ചു ടി വി മാത്രം അല്ലേ ആശി? കൊച്ചു ടി വി, അതുകൊണ്ട് അവൻ കാണുമില്ല, ബാക്കിയുള്ളവരോട്ട് കാണിക്കില്ലാത്ത അവസ്ഥയിലാണുള്ളത്. ഓ, ഉപ്പിടാൻ മറന്നു ഇനി. ആ, മഞ്ഞപ്പൊടി ഇട്ട് കഴുകിയായിരുന്നു. മഞ്ഞപ്പൊടി ഇട്ടാ ഓക്കെ. ആവട്ടെ, മൂടി വെച്ചോ. ആയോ? നോക്കിയായിരുന്നോ? തുറന്നില്ല. ഈ പരുവം മതി. ഈ കുഴമ്പിന്റെ പരുവില്ലേ, ഈ കുഴമ്പിന്റെ ഈ പരുവം മതി. ഇങ്ങനെ വേണം, ഇങ്ങനെ അടിക്കാൻ എനിക്ക് ഇഷ്ടം. കുറച്ച് കുരുമുളകും കൂടി ഇട്ടാൽ തന്നെ ഉണ്ടാവും. ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളകും കൂടെ ഇങ്ങനെ ഇട്ട് അതോടെ ഓടിപ്പോയി ഇങ്ങനെ ആശിക്ക് തിന്നാൻ പറ്റില്ല. കാണുന്നുണ്ടോ ഗൈസ്? ഈ പരുവം കറിവേപ്പില ഇടണം. ഈ പരുവാണ് നല്ല രസമാണ്. കറിവേപ്പിലയും കൂടെ അങ്ങനെ ഇട്ട് കൊടുക്കാം. കറിവേപ്പില നമ്മുടെ അടുത്തല്ല, നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ കറിവേപ്പിലയാണ് കേട്ടോ. അടിപൊളി സാധനമാണ് കറിവേപ്പില. എന്ത് കറിക്കും സൂപ്പറായിരിക്കും. ഏത് കറിക്കും, എന്തിനും ഏതിനും എന്നുള്ളതാണ് കറിവേപ്പിലയുടെ പ്രത്യേകത. അപ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കാം ഗൈസ്. ഇവിടെ നിങ്ങൾ എടുക്കാം. കറക്റ്റ് വെന്തിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിണ്ടോ സൂപ്പർ ടേസ്റ്റാണ്. അല്ലെങ്കിലും നമ്മുടെ വാഴക്ക ഉപ്പേരി, നേന്ത്രക്കായ തോരൻ വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുഴമ്പ്, ലൈറ്റ് കുഴമ്പ് രൂപത്തിൽ പുഴുക്ക് പോലെ ആക്കിയിട്ട് കഞ്ഞീൻ്റെ ഒപ്പം കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ പിന്നെ ചെമ്മീൻ, ഉണക്ക ചെമ്മീനും കൂടെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ചിലപ്പോൾ പൊടിക്കും, തേങ്ങയും കൂടെ ചേർത്ത് പൊടിച്ച് അതും കൂടെ ചിലപ്പം കഞ്ഞീൻ്റെ ഒപ്പം ഉണ്ടാവും. അപ്പോൾ എന്തായാലും കാണിക്കേ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം കണ്ടല്ലോ അല്ലേ? ഇന്നത്തെ നമ്മുടെ വ്ളോഗിലുള്ള കാര്യങ്ങളെല്ലാം കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ സാധനമെല്ലാം റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിരിക്കും. അത് കഴിക്കണേ. അപ്പോൾ ഇവർക്ക് അത് കഴിക്കാൻ പറ്റത്തുള്ളൂ, ഒട്ടും പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുന്നില്ല. അപ്പം അടിപൊളി നല്ലൊരു വീഡിയോ ആയിട്ട് നാളത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കാതിരിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. അല്ല ആശുക്കുട്ടി ഇങ്ങനെ കാണിച്ചേ. ആശുക്കുട്ടി എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. അപ്പം നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. ഓക്കെ, ബൈ ബൈ.